എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഒരു പോപ്കോൺ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി വേണ്ടത് ഡ്രൈ കോണാണ്. ഡ്രൈ ചെയ്തിട്ടുള്ള ഉണക്കിയിട്ടുള്ള കോണാണ്. ഇതേപോലെ തന്നെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു കോണ് നമുക്ക് ഇതേപോലെ തന്നെ കേർണൽസ് ആയിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കേർണൽസ് നോക്കി വാങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടാൻ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയാണ്, മുഴുവനായിട്ട് നന്നായി പൊട്ടി നല്ല പോപ്കോൺ ആയിട്ട് വരുള്ളൂ. ഇതുപോലെ കോൺ തയ്യാറാക്കാൻ വേണ്ടി നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള കുക്കറും എടുക്കാം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബിരിയാണി പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന പാത്രം നന്നായി ചൂടാക്കുക. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ബേണായി പോവാതിരിക്കാൻ ഇതിലേക്ക് ഏതെങ്കിലും ഒരു എണ്ണ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ കോണിൻ്റെ കേർണൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള കോണുകൾ പെട്ടെന്ന് ചൂടായി അതിങ്ങനെ പൊട്ടി വരുള്ളൂ. ഇത് ചെയ്യേണ്ടത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ചെറിയ തീയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായി വരില്ല. കുറച്ച് അത്യാവശ്യം നല്ലൊരു ഫ്ലെയിം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റെഡി ആവുള്ളൂ. അതുപോലെ ഇത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് പൊട്ടി വരികയും ചെയ്യും കേട്ടോ. ഏകദേശം ഒരു 1-1.5 മിനിറ്റിനുള്ളിൽ ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു ലിഡ് വെച്ചത് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കോണുകളും ഇതുപോലെ പൊട്ടി വരും. നമ്മൾ ആദ്യം പോപ്കോണിൻ്റെ ആ ഒരു ഡ്രൈ കേർണൽസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിൽ ഒരു ലെയറായിട്ട് തന്നെ ഇരിക്കാൻ പാകത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് അത് മുഴുവനായിട്ട് ഒരേപോലെ ചൂട് കൊണ്ട് പൊട്ടി വരുള്ളൂ. എന്നാൽ മാത്രമാണ് അത് മുഴുവനായിട്ട് പൊട്ടി കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ചിലതൊക്കെ പൊട്ടാൻ താമസം എടുക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്